ദരിദ്രരെ ഓർത്തുകൊള്ളുവിൻ. റിമെമ്പർ ദ പുവർ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായിട്ട് സഭ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാം ഇന്ന് വായിച്ചു കേട്ടത് മത്തായി എഴുതിയ സുവിശേഷം, എവൻഗേലിയൻ ഭാഗമായിട്ട് വായിച്ചു കേട്ടത് മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് നമുക്ക് ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ജസ്റ്റ് നമ്മളൊരു പ്രസംഗം കേൾക്കുന്നു എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ കേൾക്കരുത്. ടൈം ഓഫ് ഇവാലുവേഷൻ, നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താനുള്ള ഒരു അനുഭവമായിട്ട് നമുക്ക് ഇതിനെ കാണുവാനായിട്ട് സാധിക്കണം. മത്തായിയുടെ സുവിശേഷം 21 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് യേശു കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയാണ്. എന്നാൽ 20 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കൂടുതൽ മത്തായിയുടെ സുവിശേഷം കാണുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ഗലീലിയൻ മിനിസ്ട്രിയാണ്. ഗലീലയോട് ചേർന്ന് കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പബ്ലിക് മിനിസ്ട്രി ഓറിയന്റഡ് ഇൻ ആൻഡ് അറൗണ്ട് ഗലീലി, അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത്. എന്നാൽ ചാപ്റ്റർ 21 ഓൺവേർഡ്സ് വി സീ ജീസസ് ഈസ് ഗോയിങ് ടു ജെറുസലേം. യേശു കർത്താവ് ജെറുസലേമിലേക്ക് പോവുകയാണ്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഓൺ ദ വേ ടു ജെറുസലേം. ജെറുസലേമിലേക്ക് യേശു കർത്താവ് യാത്ര ചെയ്യുന്ന ഒരു അനുഭവമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. ഇതിനിടയിൽ ശിഷ്യന്മാരുടെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് യേശു കർത്താവ് പറയുന്ന 3 ഉപമകൾ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമുക്കറിയാം 10 കന്യകമാരുടെ ഉപമയാണ്, അല്ലേ? ദ പാരബിൾ ഓഫ് 10 ബ്രൈഡ്സ്മെയ്ഡ്സ്, 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് നമ്മോട് പറയുന്നത് പ്രിപ്പയർഡ്നെസ്, ഒരുക്കമുള്ളവരായിരിക്കണം, അല്ലേ? മണവാളൻ വരുമ്പോൾ മണവാളനെ എതിരേക്കാൻ ഒരുക്കമുള്ള ബുദ്ധിയുള്ള കന്യകമാരെ പോലെ. ബി പ്രിപ്പയർഡ് ഫോർ ദ കമ്മിങ് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രിപ്പയർ ആകുക. രണ്ടാമത് ഫെയ്ത്ത്ഫുൾനെസ് ആണ്, വിശ്വസ്തരായിരിക്കുക. അതാണ് നമ്മൾ കാണുന്നത് പാരബിൾ ഓഫ് ദ ടാലൻസ്, കൊടുത്തത്, അല്ലേ? ദ ഡിലിജൻസ് ടു വർക്ക് ഫോർ ദ ലോർഡ്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. മൂന്നാമത്തതാണ് നമ്മളിവിടെ കാണുന്നത് കർത്താവിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുന്ന അനുഭവമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. ദ ജഡ്ജ്മെന്റ് ഓഫ് ദ നേഷൻ, ഹൗ ഗോഡ് ഈസ് ഗോയിങ് ടു ജഡ്ജ്. നമുക്കറിയാം യേശു കർത്താവിൻ്റെ ശുശ്രൂഷ അനുഭവത്തിൽ, അല്ലെങ്കിൽ യേശു കർത്താവ് തൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് വലിയ അറിയിപ്പ് കൊടുക്കുന്നത്. അത് നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരുമെന്നുള്ളതായ ഒരു അറിയിപ്പാണ്. അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് തൻ്റെ തേജസ്സോടെ വരുമെന്ന് വചനത്തിലൂടെ നാം വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത്, സഭ എന്ന് പറയുന്നത് എപ്പോഴും ഇതിന് കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ്. നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു, രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ സെക്കൻഡ് കമ്മിങ്. അതാണ് സഭയുടെ വലിയ പ്രത്യേകത എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് കർത്താവ് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ കാരണമായി കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ വേർഡ് ഓഫ് ഗോഡ് സേസ് ലൈക്ക് ദാറ്റ്, ദൈവത്തിന്റെ വചനം പറയുകയാണ്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ പത്രോസ് പറയുന്നു, അത് ഇപ്പോഴല്ല, അത് പ്രവാചകന്മാർ മുഖാന്തരം, അല്ലേ? അത് യേശുക്രിസ്തു മുഖാന്തരം, അപ്പോസ്തലന്മാർ മുഖാന്തരം ഇത് അറിയിച്ചു തന്നതുകൊണ്ട് ഈ കർത്താവ് വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഇവിടെ ആ വരവിന്റെ മനോഹാരിത നമുക്ക് 31-ാമത്തെ വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാ കർത്താവ് വരുന്നത്? He comes in his glory. കർത്താവ് തൻ്റെ തേജസ്സോടെ വരികയാണ്. കർത്താവ് വന്നത് നമുക്കറിയാം ഹ്യൂമൻ ഫോം, ഒരു ചെറിയ ഒരു ഭവനത്തിൽ അല്ലെങ്കിൽ ഒരു പുൽക്കുടിലിൽ കിടത്തുന്ന തരത്തിൽ ഒരു കുഞ്ഞു പൈതലായി, അല്ലേ? ഏറ്റവും ദാരിദ്ര്യത്തിന്റെ കീറ്റുശീലകളൊക്കെ പൊതിഞ്ഞ് കിടന്നവനായി കർത്താവ് വന്നെങ്കിൽ, ഇനിയും കർത്താവ് വരുന്നത് അങ്ങനെയല്ല. കർത്താവ് എങ്ങനെയാണ് വരുന്നത്? കർത്താവ് തൻ്റെ തേജസ്സോടെ വരികയാണ്. ആ തേജസ്സോടെ കർത്താവ് വരുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? ന്യായം വിധിക്കാൻ കൂടിയിട്ടാണ് അവൻ വരുന്നത്. ഇത് രക്ഷിക്കാൻ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നുവെങ്കിൽ അടുത്ത വരവിന്റെ ഉദ്ദേശം തൻ്റെ വിശുദ്ധരെ ചേർക്കുക, ന്യായം വിധിക്കുക, അവരോട് കൂടെയുള്ള കൂട്ടായ്മയുടെ അനുഭവത്തിന് വേണ്ടി ആയിരിക്കുക എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. സോ ചർച്ച് ഈസ് വെയിറ്റിംഗ് ഫോർ ദി സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ഇൻ ഹിസ് ഗ്ലോറി. അവന്റെ മഹത്വത്തോടെ വരുന്നത് കാത്തിരിക്കുക. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്, നമ്മളിങ്ങനെ മഹത്വത്തോടെ കർത്താവ് വരുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ കർത്താവ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിരന്തരം വരുന്നത് നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. വെദർ വി സീ ജീസസ് ക്രൈസ്റ്റ് amidst our life living occasions, ലൈഫ് സിറ്റുവേഷൻസ്, നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ ഈ മധ്യത്തിൽ കർത്താവ് വരുന്നത്
പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്, ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ കർത്താവ് പലപ്പോഴും വന്നിട്ട് പോയി, വന്നിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ഇൻ ഡിഫറെന്റ് വേസ്. ബട്ട് സംടൈംസ് വി ആർ നോട്ട് ഏബിൾ ടു ഐഡന്റിഫൈ ക്രൈസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വായിച്ച ഈ ഭാഗത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ജീവിതം 2-3 ഇടങ്ങളിൽ കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമാണ്. ഏതെങ്കിലും ഒന്ന് മാത്രമായാൽ കാര്യമില്ല. 3 തലങ്ങളിൽ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് അപ്വേർഡാണ്. ചില ആളുകൾ പ്രാർത്ഥിക്കും, നല്ലവണ്ണം പ്രാർത്ഥിക്കും, നല്ല വാക്കിന്റെ ഘടനയിലൊക്കെ പ്രാർത്ഥിക്കും, വചനമൊക്കെ കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കും, നല്ല പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്ന അനുഭവമുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷമൊക്കെ മാറും. എന്നാൽ പലപ്പോഴും ഒത്തിരി പ്രാർത്ഥിക്കും, പക്ഷേ അവർ അവരുടെ ജീവിതത്തിലേക്ക് നോക്കത്തില്ല. വേർ ഐ ആം സ്റ്റിൽ ലിവിങ്, ഞാൻ എവിടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്, അവർ നോക്കാറില്ല. അവരെന്ന് ഞാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നവരെല്ലാം നോക്കുന്നില്ല എന്നല്ല, പലപ്പോഴും ഞാൻ നിങ്ങൾ നോക്കാറില്ല. വി പ്രേ ടു ഗോഡ്, ദൈവത്തോട് പ്രാർത്ഥിക്കും, പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന ജീവിത ഇടങ്ങളെ നമ്മൾ പലപ്പോഴും നോക്കാറില്ല. സ്പെഷ്യലി വി വോണ്ട് ലുക്ക് ഇൻവേർഡ്, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കത്തില്ല. വേർ വി ആർ നൗ, ഇപ്പോൾ എവിടാണ്, എൻ്റെ അയലത്തെ ആളുമായിട്ട് ഞാൻ എങ്ങനെയാണ്, എൻ്റെ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് ഈ പള്ളിയിൽ ഏത് സീറ്റിലും ആരുടെ അടുക്കലും പോയി ഇരിക്കാനായിട്ട് പറ്റുമോ, ഈ പള്ളി കഴിഞ്ഞ് ഞാൻ കൈ കൊടുക്കുമ്പോൾ ഹഗ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഹഗ് ചെയ്യാൻ എനിക്ക് പറ്റുമോ? ഇതൊക്കെ ഒരു ചോദ്യമാണ്. ദാറ്റ് ഈസ് ലുക്കിംഗ് ഇൻവേർഡ്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. കർത്താവേ, നിന്റെ ആലയത്തിൽ ഞങ്ങൾ വരുന്നു, ആരാധനയ്ക്ക് ഞങ്ങൾ വരുന്നു, യാഗമർപ്പിക്കാനായിട്ട് വരുന്നു. യാഗമർപ്പിക്കാനായിട്ട് ഞാൻ വരുമ്പോൾ മറ്റൊരുത്തന്, അല്ലേ, എൻ്റെ സഹോദരന് എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് പോയി നിരന്നിട്ട് വന്ന് യാഗമർപ്പിക്കാനാണ് കർത്താവ് പറയുന്നത്. സോ ലുക്കിംഗ് ഇൻവേർഡാണ്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. യാഗമർപ്പിക്കാനായിട്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ അകമേ പരിശോധിക്കുക. അപ്പോൾ അപ്വേർഡ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, എന്ത് ചെയ്യണം, ഇൻവേർഡ് നോക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുക. അതുകൊണ്ടാണ് നമുക്ക് കുമ്പസാരമുള്ളത്, അല്ലേ, നമ്മൾ അത്തരത്തിൽ ധ്യാനാത്മകമായിട്ടൊക്കെ ഇരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്രകാരം ഉള്ളിലേക്ക് നോക്കുന്ന അനുഭവമാണ്. നോട്ട് ഓൺലി ദാറ്റ്, യു ഹാവ് ടു ലുക്ക് ഔട്ട്വേർഡ് ഓൾസോ, പുറത്തേക്ക് നമുക്ക് നോക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം കർത്താവ് പറയുന്നു, ഇവിടെ പറയുന്നു, നിങ്ങൾ ഇതാ എനിക്ക് വിശന്നു, ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു കുടിപ്പാൻ തന്നു എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുക, there are people around you, you look to them. അല്ലെ, അവരെ നിങ്ങൾ നോക്കുക, അവരെയും നിങ്ങൾ നോക്കുക, കാണാൻ വേണ്ടി നോക്കുക എന്നുള്ളതല്ല. അല്ലേ, നമ്മളിങ്ങനെ ചില സങ്കട അനുഭവങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊക്കെ, അല്ലെ, നല്ല സ്പെക്ടേറ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. കരയുന്നുണ്ടോ, അല്ലേ, കരയുവാണോ, എന്താ ചെയ്യുന്നത്, ഇതൊക്കെ നോക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഈ അമേരിക്കയിലില്ല, നാട്ടിലൊക്കെ അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ നോക്കി നിൽക്കും. എന്തിനു വേണ്ടിയിട്ടാ, എന്താണ് അവിടെ ചെയ്യുന്നതെല്ലാം ശരിയാണോ? നോട്ട് ആസ് സ്പെക്ടേറ്റേഴ്സ്, അങ്ങനല്ല. മറിച്ച് നാം പോകുന്ന ഇടങ്ങളിൽ കർത്താവ് നമ്മോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന ബോധ്യത്തിലും ധൈര്യത്തിലും ഈ കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകളെ നോക്കുക എന്നുള്ളതാണ് ശുശ്രൂഷ അനുഭവത്തെ നമുക്ക് ക്രമീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. സോ വി ഹാവ് ടു ലുക്ക് അപ്വേർഡ്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. വി ഹാവ് ടു ലുക്ക് ഇൻവേർഡ്, നമ്മുടെ ഉള്ളിലേക്ക് നാം നോക്കണം. വി ഹാവ് ടു ലുക്ക് ഔട്ട്വേർഡ്, അല്ലേ, നമുക്ക് ചുറ്റുപാടുകളിലേക്ക് നോക്കുവാനായിട്ട് സാധ്യമായിട്ട് തീരണം. അതുകൊണ്ട് കർത്താവ് തൻ്റെ ഈ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സമയത്തെക്കുറിച്ച് ഇതിനെ പഠിപ്പിച്ചപ്പോൾ ഈ വാക്ക് പറഞ്ഞതാണ്, അവകാശമാക്കിക്കൊള്ളുവിൻ. അവകാശം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ വാക്ക് സാധാരണ എന്താ പറയുന്നേ, അല്ല, നിങ്ങളിപ്പോൾ ഈ ലോകത്ത് സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ സമ്പാദിക്കാൻ പോകുന്ന സമ്പാദ്യമൊക്കെ എന്തിനു വേണ്ടി വെച്ചേക്കുക? കുറച്ചുകൂടെ കഴിയുമ്പോൾ സെന്റ് പോൾസ് മാർത്തോമ ചർച്ച് എന്ന് പറഞ്ഞ് ഒരു നമ്മുടെ ചെക്ക് എഴുതി കൊടുക്കാനായിട്ടാണോ? അല്ല, എന്തിനു വേണ്ടിയാ അത് കൊടുക്കാനാ? ആർക്കാ? ചില ദിവസങ്ങളിൽ അടുത്ത സമയങ്ങളിലൊക്കെ ഉള്ളതൊക്കെ വെച്ചാൽ അവർക്ക് ഉള്ളതാ. ആർക്കുള്ളതാ? മക്കൾക്കുള്ളതാണ് അവകാശം എന്ന് പറഞ്ഞാൽ, ഇല്ലേ? അപ്പനുള്ളത് ആർക്കുള്ളതാ? മക്കൾക്കുള്ളതാ. അതിനെയാ നമ്മൾ അവകാശം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? എനിക്കത് തോന്നി, ഞാൻ അടുത്ത സമയത്ത് കേട്ടതാ, ഞാനിവിടെ പരിശോധിച്ചില്ല. ഇവിടെ ഉള്ള അവകാശം മുഴുവൻ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എന്നോ, എത്ര പെർസെൻറ്റേജ് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് സൂത്രപ്പണികളൊക്കെ നേരത്തെ അറിയാം. അതൊക്കെ നിങ്ങൾ ചെയ്തെല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതെല്ലാം കൃത്യമായി നമ്മൾ ചെയ്യുന്ന ആളുകളാണ്. അവകാശം, അതാണ് അവകാശം. ഇവിടെ പറയുകയാണ് അവകാശം. എപ്പോഴാണ് ഈ അവകാശം തുടങ്ങിയത്? നീ ജനിച്ചപ്പോഴല്ല ഈ അവകാശം. ഈ ലോകസ്ഥാപനത്തിന് മുൻപേ അവകാശമായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരിടമാണ്. ആ ഇടമാണ് ഏത്? സ്വർഗരാജ്യം. ചില വാക്കുകളൊക്കെ എടുത്തു പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പറയുക. അതുകൊണ്ട് പറയുന്നു,
ഇതൊക്കെ നിനക്ക് വേണ്ടി ലോക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. പെട്ടെന്നുണ്ടാക്കി വെച്ചതല്ല, പെട്ടെന്ന് ആരംഭിച്ചതല്ല, ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിന്റെ ഒരു തോന്നൽ എന്നാ ഇനിയും ഒരു സ്വർഗം ഉണ്ടാക്കാം എന്ന് വെച്ചതല്ല. God has made a kingdom. എന്തിനു വേണ്ടിയിട്ടാ? ലോകമുണ്ടാകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. അപ്പോൾ അത്രമാത്രം സന്തോഷത്തോടെ, അത്രമാത്രം താല്പര്യത്തോടെ ഈ കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് കർത്താവ് ഇത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നത് എന്താണ്? അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യാം? സ്വർഗത്തേക്ക് നോക്കി ധൈര്യത്തോടെ വിളിച്ചു പറയാം പിതാവേ എന്ന്, അല്ലേ? മക്കളും അവകാശികളുമാക്കി വെച്ചു, മക്കളും അവകാശികളുമാക്കി വെച്ചു. അതുകൊണ്ട് വി ആർ അഡോപ്റ്റഡ് ആസ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മക്കളാകുന്നത് കൊണ്ട് സ്വർഗത്തിന്റെ ഈ വലിയ അവകാശം ആണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ അവകാശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സ്വർഗീയ അനുഭവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വി എക്സ്പീരിയൻസ് ദ ലവ് ആൻഡ് ക്ലോസ്നെസ് ഓഫ് അവർ ഗോഡ്. മക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തങ്ങളുടെ പിതാവിന്റെ സാന്നിധ്യം ഏറെ സന്തോഷമാണ്. എടുത്ത് പൊക്കിയിട്ട് അടിച്ചു. നിങ്ങളാരും അടിക്കത്തില്ല പിള്ളേരെ, എനിക്കറിയാം. ഇവിടെ അടിക്കണമെന്ന് പറയാനും പറ്റത്തില്ല, അല്ലേ? നല്ല വടിയൊക്കെ വെച്ചിട്ട് ചില പേരൻസ് ഒക്കെ നല്ല അടി കൊടുക്കും പിള്ളേർക്ക്, അല്ലേ? കൊടുക്കരുതെന്നൊക്കെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. കൊടുക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ വരിക. എല്ലാം രണ്ട് പൊട്ടിയിലൊക്കെ കൊടുത്ത് നല്ലവണ്ണം കരഞ്ഞിട്ട് രാത്രി ആകുമ്പോൾ ഈ കൊച്ചുങ്ങൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താ ചെയ്യുന്നത്? They come to the closeness of their father. അവരുടെ കൈ അപ്പന്റെ തോളയിലേക്ക് ഇടും, അല്ലെങ്കിൽ അപ്പൻ കിടക്കുന്ന കട്ടിലിൽ, അല്ലേ, അവരവരുടെ കൈ ഇടും. എന്തിനു വേണ്ടിയിട്ടാ? They want that closeness. അവർക്കതൊരു സുഖമാണ്. അപ്പൻ പണീഷൊക്കെ ചെയ്തിട്ടുണ്ട്, അവരെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ they experience the love of father through that closeness. ആ സാമീപ്യത്തിന്റെ അനുഭവത്തിലാണത് അനുഭവിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു അമ്പലത്തിൽ ഭയങ്കര കൊട്ട് നടക്കുക. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ പൂരം പറഞ്ഞു, ഇന്ന് വേറൊരു അമ്പലത്തിന്റെ കാര്യം പറയുക. അപ്പോൾ ഭയങ്കര ഇത് നടക്കുക. അപ്പോൾ ഒരു കൊച്ചുമോളാന്ന് എനിക്ക് മനസ്സിലായി. അതിപ്പോ അപ്പച്ചൻ ഫ്രണ്ട് നിൽക്കുക, കൊച്ചുമോള് പുറകെ നിൽക്കുക. അപ്പച്ചന്റെ പുറമാണ് കൊച്ചിന്റെ ചെണ്ട. ഈ ചെണ്ടയ്ക്ക് യോജിച്ച് കൊച്ചിങ്ങനെ അപ്പച്ചനെ അടിക്കുകയാണ്. അപ്പച്ചന് ഒരു കുഴപ്പവും ഇല്ല. വേറെ ആളടിച്ചാലോ? അപ്പച്ചന് ഒരു കുഴപ്പമില്ല. ഹി ഈസ് എൻജോയിങ് ദാറ്റ് വൺ ബിക്കോസ് ഈസ് എൻജോയിങ് ദ ക്ലോസ്നെസ് ഓഫ് ഹിസ് ഗ്രാൻഡ് ചൈൽഡ്. അതുപോലെയാണ് സ്വർഗത്തിന്റെ അവകാശത്തെ കുറിച്ച് പറയുന്നത്. സ്വർഗത്തിന്റെ അവകാശം എന്ന് പറയുമ്പോൾ അതാണ് സ്വർഗം എന്ന് പറയുന്നത്. എന്ത്? വി എക്സ്പീരിയൻസ് ദ പെർഫെക്റ്റ് ക്ലോസ്നെസ് ഓഫ് അവർ ഗോഡ്. ദൈവത്തിനോടുള്ള സാമീപ്യം നമ്മൾ അനുഭവിക്കുക. അങ്ങനെയാണെങ്കിൽ കണ്ടംനേഷൻ എന്താ? നരകം എന്താ? നരകം എന്ന് പറയുന്നത് വി ആർ എവേ ഫ്രം ദ ക്ലോസ്നെസ് ഓഫ് ഗോഡ്. അങ്ങനെ തന്നെയാണ്. നമുക്ക് ഉണ്ടാക്കിയതൊന്നും അല്ല. പക്ഷേ അത് നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് നാം തീരുമാനിക്കുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് നാം തന്നെ തീരുമാനിക്കുന്ന ഒന്നാണ്. ദൈവം നമ്മളെ അങ്ങനെ വിടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ സ്വർഗമാണ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. പക്ഷേ മനുഷ്യർ പലപ്പോഴും ആ സാമീപ്യം ആഗ്രഹിക്കാതെ ജീവിതത്തിൽ പലപ്പോഴും മാറിപ്പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധ്യമായിട്ട് തീരുകയാണ്. അതുകൊണ്ട് സ്വർഗം കർത്താവിന്റെ ഹൃദയമാണ്. കർത്താവിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന അനുഭവമാണ് സ്വർഗീയ അനുഭവം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കണം. ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കർത്താവേ, ഞങ്ങൾ നിന്നെ പ്രാർത്ഥിച്ചല്ലോ, ഉപവസിച്ചല്ലോ, പ്രസംഗിച്ചല്ലോ, തെരുക്കോണുകളിൽ നിന്നെ സാക്ഷിച്ചല്ലോ, രോഗശാന്തി കൊടുത്തല്ലോ, സൗഖ്യം കൊടുത്തല്ലോ, ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. വീണ്ടും ബോബി ജോസഫിന്റെ ഒരു വചനം കടമെടുത്ത് പറഞ്ഞോട്ടെ. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുണ്ടാ, വീണ്ടും വീണ്ടും ഒന്ന് പറയുന്നേ. അച്ഛൻ പറയും, കർത്താവിനെ നിങ്ങൾക്കറിയാമോ എന്നുള്ളതല്ല, കർത്താവ് നിങ്ങളെ അറിയുന്നുണ്ടോ? അറിയുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ആ ദിവസം ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ആ അറിവ് നമുക്കുണ്ടോ? അല്ലെങ്കിൽ ആ കർത്താവിൽ നിന്ന് അകലുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് നമ്മോട് ചോദിക്കാം. നമ്മൾ വായിച്ച ഈ ഭാഗത്ത്, അല്ലെങ്കിൽ 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഇന്ന് കർത്താവ് ഒരു ഇടയന്റെ അനുഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കോലാടുകളെയും ചെമ്മരിയാടുകളെയും തമ്മിലൊക്കെ വേർതി. കഴിഞ്ഞ പ്രാവശ്യം ഞാനിതൊക്കെ പറഞ്ഞതായതുകൊണ്ട് പറയുന്നില്ല. അടുത്തത് കർത്താവിനെ കുറിച്ച് പറയുന്നത് രാജാവെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോ നമ്മുടെ ശ്രദ്ധാ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു പറഞ്ഞു, അവൻ രാജാവാണ്. വി അഡ്മിറ്റ് ഹിം ആസ് ദ കിങ് ആൻഡ് ലോർഡ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ രാജാവാണ്, രാജാവായിട്ട് വരികയാണ്. അതാണ് നമ്മൾ രണ്ടാമത് കാണുന്ന
അനുഭവം. രാജാവ് വന്നിട്ട് എന്താ ചെയ്യുന്നത് അവിടെ നമ്മൾ കാണുകയാ. വലത്തുള്ളവരോടും ഇടത്തുള്ളവരോടും ചില ജീവിത യാഥാർത്ഥ്യങ്ങളുടെ അനുഭവങ്ങളെ നമുക്ക് കാണുക. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞാനിങ്ങനെ പറയുകയാണ്, കർത്താവ് പറയുകയാണ്, എന്താണ്? ഈ ചെറിയവനിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതൊക്കെയും ആർക്ക് ചെയ്തിരിക്കുന്നു? എനിക്ക് ചെയ്തിരിക്കുന്നു. ആരായിരുന്നു ആ കാലത്തെ ചെറിയവർ? ചില പഠനങ്ങളിൽ പറയാറുണ്ട്, ഈ ചെറിയവർ എന്ന് പറയുന്നത് സഹോദരന്മാരെന്ന് യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പഠിപ്പിക്കുന്നത് തന്റെ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നതാണെന്ന് പറയുന്നു. ഇനി അവരിതാ അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അങ്ങനെ ഒരു പഠിപ്പിക്കലുണ്ട്. നമുക്കറിയാം, ഇവിടെ കൃത്യമായി കർത്താവ് പറയുന്നു, വിശന്നും ദാഹിച്ചും ക്ഷീണിച്ചും ഒക്കെ ഇരിക്കുന്ന ഒരുപിടി മനുഷ്യരോട് യേശു കർത്താവ് ഐഡന്റിഫൈ ചെയ്യുകയാണ്. റോമൻ പവർ അങ്ങനെയാണ്. അവരെ അപ്രകാരം പ്രതിസന്ധിയുടെ അനുഭവങ്ങളിലൂടെ അവർ കൊണ്ടുപോകുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പലതരത്തിലുള്ള പീഡനങ്ങളുടെ അനുഭവങ്ങൾ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്നാനമേൽക്കുവാൻ വന്ന ആളുകളോട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്, സർപ്പസന്തതികളെ, അല്ലെ, വരുവാനുള്ള കോപത്തെ വിട്ടൊഴിയുവാൻ ഈ എളുപ്പ വഴി നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആരാ? വന്ന് സ്നാനപ്പെട്ടാൽ. നമുക്ക് അങ്ങനെ ആളുകൾ ചില പറഞ്ഞു തരുന്നുണ്ട്, നമ്മൾ പോയി ചാടി വീഴുകയും ചെയ്യുന്നുണ്ട്. എളുപ്പമാ ഏതാ? പൊങ്ങിയാ മതി. എളുപ്പമാ, നിങ്ങൾ ചെയ്തിട്ട് പോയാൽ മതിയോ? നിങ്ങളോട് ആരാ ഇത് പറഞ്ഞു തന്നേ? അപ്പൊ അവർ ചോദിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യണം? ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അപ്പം പറഞ്ഞു, എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് 2 ഉടുപ്പുണ്ടെങ്കിൽ 1 കൊടുക്കുക. അനീതിയായി നിങ്ങളൊന്നും വാങ്ങരുത്, അത് നിങ്ങൾക്കുള്ളത് മതിയെന്ന് വെക്കുക. ഇതാ പറഞ്ഞത്. സോ അവിടെ ജീവിക്കുന്ന ജീവിത സ്ഥിതി അങ്ങനെയാ. ആളുകളെ ദരിദ്രരാക്കുന്ന ജീവിത വ്യവസ്ഥകൾ നിൽക്കുന്നുണ്ട്. കഠിനമായി ചൂഷണം ചെയ്യപ്പെടുന്നവരുണ്ട്. ഇല്ലായ്മയുടെ അനുഭവങ്ങളിൽ ജീവിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഒത്തിരി ഉണ്ടെങ്കിൽ 1 കൊടുക്കാനല്ല പറഞ്ഞേ, ഇവരെന്താ പറഞ്ഞു? അല്ലേ, 2 ട്യൂണിക്സ്, 2 എണ്ണം ഉണ്ടെങ്കിൽ കൊടുക്കാനാ. കൊടുക്കുവോ? കൊടുക്കുന്നവരുണ്ട്. ഞാൻ വയനാട്ടിലൊരു താത്തായെ കണ്ടു. എനിക്ക് അവിടെ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡായ ആളുകളുടെ ഇടയിൽ വർക്കാ. അപ്പൊ അവരുടെ വീട്ടിൽ ബർത്ത്ഡേക്ക് എന്നെ ക്ഷണിച്ചു. മുസ്ലിമാ. അപ്പൊ ഞാനിവിടെ കഴിക്കാൻ പോയപ്പോ ആ ഇത്തായുടെ ചേച്ചിയെ കുറിച്ച് പറഞ്ഞു. വയനാട്ടിലൊക്കെ വെള്ളപ്പൊക്കത്തിന്റെ സമയമാണ്. വീട്ടിൽ ഈ കളക്ട് ചെയ്യാൻ ആളുകൾ വന്നു. ഏതാ? ഈ ഡ്രസ്സസ് കളക്ട് ചെയ്യാൻ, ഈ പറയുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കൊടുക്കാൻ. നോക്കി, അലമാരി തുറന്നു നോക്കിയപ്പോ ഒരുപാട് വസ്ത്രങ്ങൾ ഇരിപ്പുണ്ട്. പർദ്ദയുണ്ട്, സാരിയുണ്ട്, ഒത്തിരി ഉണ്ട്. ഇട്ടിരിക്കുന്ന വസ്ത്രം ഒഴിച്ച് ബാക്കി മുഴുവൻ പെറുക്കി കൊടുത്തു. ഇട്ടിരിക്കുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം പെറുക്കി കൊടുത്തു. ഇപ്പോൾ എനിക്കിതുണ്ട്, ഇല്ലാത്തവരുണ്ടല്ലോ, കൊടുക്കുക. പരസ്യം ചെയ്തിട്ടൊന്നും അല്ല, സഹോദരിയെ കുറിച്ച് പറഞ്ഞ വാർത്തയാ. അപ്പോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എത്രമാത്രം നൽകുവാൻ നന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മൾ പറഞ്ഞല്ലോ, പത്രോസ് തിബരിയാസിന്റെ കരയിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ പിടിച്ചതിൽ നിന്ന് ചിലത് കൊണ്ടുപോവാ. ഒത്തിരി കൊടുത്തവനാ, ഇനിയും ഉണ്ടാക്കുവാൻ കഴിയുന്നവനാ, പക്ഷെ കുറച്ച് വേണം. ഇതാണ് പറയുന്നത്. അപ്പോ ലീസ്റ്റുമായി, ഇല്ലാത്തവരുമായി അഭേദ്യമായ ബന്ധത്തിന്റെ അനുഭവത്തെ പുൽകുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ക്രൈസ്റ്റ് ഈസ് ദ ബ്രദർ ഓഫ് ദ ലീസ്റ്റ്. ഈ ഇല്ലായ്മയുടെ അനുഭവങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ ബ്രദറായി മാറുക. സോ ഹൂ ഈസ് ഇൻ ദ ഫാമിലി ഓഫ് ജീസസ്? ആരെങ്കിലും വേദനകളിലും സഫറിങ്ങിലൂടെ കടന്നു പോകുന്നവർ ഓർത്തോണം, if we are suffering, if we are lacking something in our life, believe we are in the family of Jesus. ഈ ചെറിയവൻ ഒരുത്തന് ചെയ്തതൊക്കെ എനിക്കാണ് ചെയ്യുന്നത്. കാരണം ആ സഹോദര്യ ബന്ധത്തിന്റെ അനുഭവത്തിലേക്ക് യേശു കർത്താവ് നമ്മെ ചേർത്ത് വെക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ആരെയൊക്കെ കർത്താവ് ചേർത്ത് വെച്ചിട്ടുണ്ടോ അവരെയൊക്കെ ചേർത്ത് വെക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് സഭ. ആരെയൊക്കെ കർത്താവ് ചേർത്തിട്ടുണ്ടോ അവരെയൊക്കെ ചേർക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് സഭ. അതുകൊണ്ട് സഭയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, എവിടെ വേദനയുടെ അനുഭവങ്ങൾ ജീവിക്കുന്ന ജീവിതയിടങ്ങളുണ്ടോ അവിടങ്ങളിലേക്ക് യേശുവിന്റെ സാന്നിധ്യമാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സഭ ഈ നാളുകളിൽ അത്തരത്തിലുള്ള ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നാം ഓർക്കണം. കൊടുത്ത ആളുകൾ ചോദിക്കുന്നു, കർത്താവേ, എപ്പോഴാ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്? ഞങ്ങളിതൊന്നും ചെയ്തിട്ടില്ല, നിനക്കിതൊന്നും ഞങ്ങൾ തന്നിട്ടില്ല, എപ്പോ ഞങ്ങളിത് ചെയ്തു? അപ്പോഴാ പറഞ്ഞത്, ഈ ചെറിയവന് ചെയ്തതൊക്കെ ചെയ്തതാ. കർത്താവിന് കൊടുക്കാനാണ് പരസ്യം കൊടുത്താൽ നിങ്ങളൊക്കെ കൊടുക്കും, അല്ലേ? പക്ഷെ ചെയ്തതൊന്നും എന്തല്ല, അതിനെ ജെന്യുവിൻ റെസ്പോൺസ് എന്ന് പറയണ്ട. ഒരു തല്ലും വേണ്ട, ഒരു പരസ്യവും വേണ്ട,
അല്ലേ? ഒരു പുഷും വേണ്ട, ദേ വിൽ ഡു. എന്താ? ഒരു ചെടി ഉണ്ടെങ്കിൽ ആ ചെടി പുഷ്പിക്കും, കായ്ക്കും. കായ എങ്ങനുണ്ട്? കാട്ടുമുന്തിരിങ്ങ പുളിക്കുന്ന പുളിയുടെ അനുഭവമാണോ നമ്മുടെ ജീവിതങ്ങളിൽ? ഫലകരമായ അനുഭവങ്ങളെ പങ്കുവെക്കുന്ന അനുഭവമാണോ ചോദിക്കുക. ആർ വി ഫെയ്ത്ത്ഫുൾ ഇൻ അവർ സ്പിരിച്വാലിറ്റി? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കത്തക്ക വിശ്വസ്തത നമ്മുടെ ജീവിതങ്ങൾക്കുണ്ടോ എന്ന ചോദ്യം നമ്മോട് ചോദിക്കുക. അവസാനിപ്പിക്കുക. സഭ കരുതലിന്റെ സമൂഹമാണ്. സഭയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ അനുഭവങ്ങളിൽ ഇന്ന് സഭ ഭവനമില്ലാത്തവർക്ക് വേണ്ടി ഈ സ്നേഹത്തിന്റെ കരത്തെ നീട്ടിവെക്കുകയാണ്. ഭവനങ്ങളോ ഭവനമില്ലാത്തതോ അനുഭവങ്ങൾ മാത്രമല്ല, എത്രയോ മനുഷ്യർ ഇന്ന് ദാരിദ്ര്യത്തിന്റെ അനുഭവങ്ങളിൽ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണെങ്കിലും ഒന്നുകൂടെ പറയുകയാണ്. സുധാമൂർത്തി ഇൻഫോസിസിന്റെ ചെയർമാന്റെ ഭാര്യയാണ്. ഒറീസയുടെ ഇടങ്ങളിൽ അവർക്കൊരു വർക്കുണ്ടായിരുന്നു. അവർ പറയുന്നു, അവരുടെ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത്, സംഭവ കഥ. അവർ പറയുക, ഇങ്ങനെ നാട്ടിൽ നിന്നൊക്കെ വന്ന ഡ്രസ്സുകളൊക്കെ സ്വീകരിച്ച് കൊണ്ടുപോയി കൊടുക്കാനെന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുന്നവരോട് അവർക്ക് പുച്ഛമായിരുന്നു. എന്തിനു വേണ്ടിയാ? ഇതിന്റെ ആവശ്യമുണ്ടോ? എൻ്റെ നാട്ടിൽ ഇതായിരുന്നു ചിന്ത. കുഷ്ഠരോഗികൾ പ്രവർത്തിക്കുന്ന ഒരിടത്ത് അവരുടെ പ്രവർത്തനങ്ങൾ ഭാഗമായിട്ട് പോവുക. അവിടെ സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. ഒരു വീട്ടിൽ ചെന്ന് മുട്ടി വിളിച്ചു. ആ വീട് തുറക്കുന്നില്ല. കുറച്ചു നേരം അവിടെ നിന്നു, തുറക്കുന്നില്ല. അപ്പൊ നണ്ടു അല്പം തുറന്നു കിടക്കുക. അവരിങ്ങനെ അതിനകത്തൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. നാട്ടിലാണല്ലോ, ഇവിടെ ആണെങ്കിൽ അത് പറ്റില്ല. അപ്പൊ പെട്ടെന്നൊരു രൂപം കതകിന്റെ ഇടയിലേക്ക് മറയുന്നത് കണ്ടു. അവർ കതവ് തുറന്നു നോക്കുമ്പോൾ അവർ കാണുന്നത് പൂർണ്ണ നഗ്നയായ ഒരു സ്ത്രീയെയാണ്. പൂർണ്ണ നഗ്നയായ ഒരു സ്ത്രീ. അവർ ചോദിക്കുന്നു, എന്ത് പറ്റി നിങ്ങൾക്ക്? അവർ പറയുന്നു, മാന്യമായ നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ എനിക്ക് ധരിക്കാൻ വസ്ത്രമില്ല. ഞാൻ വസ്ത്രമില്ലാതെ ഇവിടെ കിടക്കുകയാണ്. സുധാമൂർത്തി പറയുന്നു, അന്നാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഭാരതത്തിൽ ധരിക്കാൻ വസ്ത്രമില്ലാതെ ഈ ലോകത്തിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത മനുഷ്യരും ജീവിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. അവരെഴുതിയ പുസ്തകത്തിന് അവർ കൊടുത്തിരിക്കുന്ന തലക്കെട്ടിങ്ങനെ, വിളക്ക് തെളിയിക്കൂ, ഇരുൾ മാറട്ടെ. വിളക്ക് തെളിയിക്കൂ, ഇരുൾ മാറട്ടെ. Let the light be lightened, may the darkness dispel. ഈ ലോകത്തിന്റെ അന്ധകാരം മാറട്ടെ. യേശു കർത്താവിന്റെ സഭ ലോകത്തിന്റെ അന്ധകാരത്തെ മാറ്റുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ദരിദ്രരെ ഓർത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ ഓർമ്മ ആക്റ്റായി മാറേണ്ടുന്ന ഒന്നാണ്. ഓർമ്മ പ്രവൃത്തിയായി മാറേണ്ടുന്ന ഒന്നാണ്. ഈ ഓർമ്മകളിൽ ജീവിച്ചുകൊണ്ട് കാര്യമില്ല. ഓരോ ദിവസവും ഓരോ അന്നം പെറുക്കി വായിലേക്ക് വെക്കുമ്പോഴും ഓർക്കണം. എന്തോർക്കണം? ഇത് കഴിക്കാൻ ഇല്ലാത്തവർ ഉണ്ടെന്ന്. ഓരോ ട്രാഷ് ബാഗിലേക്കും കഴിച്ച് അവശേഷിപ്പിക്കുന്ന ആഹാരം കൊണ്ട് നമ്മൾ നിറയ്ക്കുമ്പോ ഓർത്തോണം, ഇത് സ്വപ്നം കണ്ട് കൊതിച്ചു കിടക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ടെന്ന്. ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കുക. ഓരോ തരിച്ചോറിനും കൊതിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട്. നാം അവശേഷിപ്പിക്കുന്നവർ കൊതിക്കുന്ന മനുഷ്യരുണ്ട്. വചനം പറയുന്നല്ലോ, മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് ഭക്ഷിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് സഭ ഡോണ്ട് വേസ്റ്റ് എനിത്തിങ്. വേസ്റ്റ് ചെയ്യുക, അതൊരു പാപമാണ്. 2, ഓർത്തുകൊള്ളുക. ബലഹീനതയെ ഓർക്കുക, ഇല്ലാത്തവരെ ഓർക്കുക, വേദനിക്കുന്നവരെ ഓർക്കുക. ഇതിന്റെ മറ്റൊരു വശം കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ മധ്യത്തിലുമുണ്ട്. പണമുണ്ടായിരിക്കാം, സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഒരുപക്ഷെ നമ്മുടെ ഒരു ഫോൺ കോൾ, നമ്മുടെ ഒരു സന്ദർശനം, ഒരു അന്വേഷണം, ഇതൊക്കെ കൊതിക്കുന്നവർ നമ്മുടെ ഇടയിലും ഉണ്ട്, നമ്മുടെ ദേവാലയത്തിലുമുണ്ട്. ഓർക്കുക അവരെ, ഓർക്കുക അവിടെ. ദാരിദ്ര്യം എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമല്ല. ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ സാന്നിധ്യം കൊതിക്കുന്നവർക്ക് ആ സാന്നിധ്യത്തെ പങ്കുവെക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.